നീണ്ട 25 വർഷങ്ങൾ. ഈ 25 വർഷത്തിനിടയ്ക്ക് പുതിയ പ്ലെയേഴ്സ് പലരും മാർക്കറ്റിലേക്ക് വന്നു. പുതിയ രീതിയിൽ ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ അവതരിപ്പിക്കപ്പെട്ടു. പ്രസൻറ്റേഷൻസ് ആകെ മാറി. ഗ്രേപ്സ് ഇപ്പോഴും പഴയ ആർക്കിടെക്ചർ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു അഥവാ ഫോളോ ചെയ്യുന്നു എന്ന് ഇൻഡസ്ട്രിയിൽ പരക്കെ ഒരു സംസാരം. എന്താണ് ഇപ്പോഴും അതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടോ, അഥവാ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ നിന്ന് മാറാത്തത്? പുതിയ തലമുറയിലുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് കുറച്ചുകൂടി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ അതൊക്കെ വരണ്ടേ? നമ്മുടെ ഗ്രേപ്സ് IDMR എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഇന്ത്യയിലെ നമ്പർ 1 ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന രീതിയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അംഗീകരിക്കപ്പെട്ടിരുന്നത്. ഇന്ന് അത് വേൾഡ്സ് നമ്പർ 1 ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്, അതർവൈസ് വേൾഡ്സ് നമ്പർ 1 ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്ന രീതിയിലേക്ക് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ദ ബെസ്റ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്ന രീതിയിലാണ് അതിനെ കാണുന്നത്. അപ്പോഴും അപൂർവമായി ചില മേഖലകളിൽ നിന്ന് ഗ്രേപ്സിൻ്റെ കംപ്ലീറ്റ് ലുക്ക് ആൻഡ് ഫീലൊക്കെ ഓൾഡ് ടെക്നോളജി നൽകുന്നുണ്ട് എന്നുള്ള കമൻറ്റ് വരാറുണ്ട്. അതിനൊരു ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പലപ്പോഴും പുറമേയുള്ള സൗന്ദര്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കാറുണ്ട്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കോവിഡിന് ശേഷം ഇന്ത്യയിൽ തന്നെ പുതുതായി വന്നത് 9,000-ൽ പരം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ കമ്പനികളാണ്. ഒരു വർഷം 2 വർഷത്തിനപ്പുറം പലപ്പോഴും ഈ കമ്പനികൾ ഉണ്ടാവാറില്ല. ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്നത് ഒരു 20-നകത്ത് കമ്പനികൾ മാത്രമാണ്. അപ്പോൾ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന മേഖലയിൽ 25 കൊല്ലത്തെ എക്സ്പീരിയൻസുമായിട്ട് ഗ്രേപ്സ് നിലനിൽക്കുമ്പോൾ അതിൻ്റെ സ്ക്രീൻ ലുക്ക് ആൻഡ് ഫീലിന് ഉള്ള ഇമ്പോർട്ടൻസിനേക്കാൾ യൂസർ ഫ്രണ്ട്ലിനെസ്സിന്, ദ യൂസർ ഫ്രണ്ട്ലി ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഇൻ ദ ഇൻഡസ്ട്രി എന്ന രീതിയിലാണ് നമ്മളിതിനെ ക്രിയേറ്റ് ചെയ്ത് മനുഷ്യരിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ് ഗ്രേപ്സ് ഇൻസ്റ്റോൾ ചെയ്ത ഹോസ്പിറ്റലുകളിൽ അന്നത്തെ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജികൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. നമുക്ക് ആരോടും കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന അളവിൽ തന്നെയായിരുന്നു. ഗ്രാജുവലി അത് വെർഷൻ ചേഞ്ചിൻ്റെ പേരിൽ പുതുതായി പണം വാങ്ങിച്ചുകൊണ്ട് അല്ലാതെ തന്നെ ഗ്രാജുവലി ടെക്നോളജി മാറുന്നതനുസരിച്ച് ഹോസ്പിറ്റലുകളുടെ ടെക്നോളജി മാറിയിട്ടേയിരുന്നു. ഗ്രേപ്സിൻ്റെ ഒപ്പം തന്നെ ഗ്രേപ്സ് ഇന്ന് ഒരു റോബോട്ടിക് ടെലിമെഡിസിൻ ടെക്നോളജിയിൽ സാറ്റലൈറ്റ് കൺട്രോൾഡ് ആയിട്ട് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഉപയോഗിക്കുമ്പോൾ ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ഒരു ലോകത്തിലെ തന്നെ ആദ്യത്തെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒതൻറ്റിക്കേഷൻ മെക്കാനിസം ഉള്ള ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഇന്ന് വേൾഡിലെ ഏറ്റവും ടോപ്പ് കമ്പനികൾ പോലും ചിന്തിക്കാത്ത, ഹെൽത്ത് കെയറിലുള്ള കമ്പനികൾ പോലും ചിന്തിക്കാത്ത അളവിൽ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അത് ഇന്ന് ഏറ്റവും ഹൈ ടെക്നോളജിക്കൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രേപ്സ് തന്നെയാണ്. വെറും ഒരു സൗന്ദര്യവൽക്കരിക്കപ്പെട്ട ഉപയോഗത്തിന് യോഗ്യമല്ലാത്ത സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് നിലനിൽപ്പിനെ സഹായിക്കില്ല. ഹോസ്പിറ്റൽസിന് വേണ്ടുന്നത് ലോങ് ടൈം സൊല്യൂഷൻസ് ആണ്. ആ ലോങ് ടൈം സൊല്യൂഷൻസിലാണ് ഗ്രേപ്സ് എല്ലാ കാലത്തും ശ്രദ്ധിച്ചിട്ടുള്ളത്.